വീണ്ടും സുരേഷ് ഗോപി ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഈ മഴയത്തും അവർ തുടരുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്കാണ്. ഒന്നാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ 20 ദിവസവും കൊടും വെയിലിലാണ് നമ്മളിവിടെ ഇരുന്നത്. നമ്മുടെ ആശാവർക്കർമാരുടെ മുഖം നോക്കിയാൽ അറിയാം, 20 ദിവസത്തെ കൊടും വെയിലിൽ കരിഞ്ഞുണങ്ങിയിട്ടും നമുക്ക് പ്രാഥമിക കാര്യങ്ങൾ ഈ സ്ത്രീകളായ തൊഴിലാളികൾക്ക് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരവസരമില്ലാതിരുന്നിട്ടും ഇവിടെ ഇന്നലെ രാത്രി പെയ്ത മഴയിലടക്കം നമുക്കൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടാൻ നമ്മളെ അനുവദിക്കാതിരുന്നപ്പോഴും ഇങ്ങനെ മഴയത്ത് നിർത്തിയിരിക്കുന്ന അധികാരികൾക്കെതിരെ ഞങ്ങൾക്ക് ശക്തമായ വിമർശനമുണ്ട്. ഞങ്ങൾ ഉന്നയിക്കുന്നത് ന്യായമായ ആവശ്യമാണ്. 700 രൂപ ദിവസവേതനം അത് ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങൾ പണിയെടുക്കുന്ന തൊഴിലാളികളാണ്. ഈ ഇന്ന് ഭരിക്കുന്ന ഗവൺമെന്റ് അവരുടെ പ്രകടനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം 700 രൂപ തരുമെന്ന്. ഞങ്ങൾക്ക് കേന്ദ്രത്തോട് പറയാനുണ്ട്, കഴിഞ്ഞ 18 വർഷമായി ഇൻസെന്റീവ് പുതുക്കിയിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് ഇഞ്ചക്ഷൻ എടുത്താൽ 20 രൂപ കുടിക്കാനില്ല. നമ്മൾ നടക്കുകയാണ്. രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ വീട് വിടാത്തരം പേരിൽ നടക്കുന്നു. രാത്രി മുഴുവൻ നമ്മൾ അതിന്റെ റിപ്പോർട്ടുകൾ എഴുതുന്നു. നമ്മൾ പണിയെടുക്കാൻ നോക്കുന്നുണ്ടോ? നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് വന്നു ആദ്യമല്ല, ഇതാദ്യമല്ല, പല തവണ വന്നു. സർക്കാരിനെ കേൾക്കുന്നില്ല. ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ട്. ഈ സ്ത്രീകളെ ഇങ്ങനെ ഈ തെരുവിൽ ഈ മഴയത്ത് നിർത്തിയിരിക്കുന്നത്. രാവിലെ വെളിവന്നാലുണ്ട് 2 മണിക്ക് വന്ന് ഞങ്ങളുടെ ഹാൻസ് ജോൺ ഉണ്ട് നമ്മോടൊപ്പം തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരമുഖത്ത് നിന്ന്. ഹാൻസ്, സമരത്തിന് ഐക്യദാർഢ്യവുമായി വീണ്ടും സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ്. പ്രതിഷേധത്തിന് കൂടുതൽ ഊർജ്ജം പകരുകയാണ് സുരേഷ് ഗോപിയുടെ സാന്നിധ്യം. മന്ത്രി സുരേഷ് ഗോപി രാവിലെ സമരപന്തലിലെത്തിയിരുന്നു. സമരപന്തലിലെ സ്ത്രീകളെ കാണാനെത്തിയതെന്നായിരുന്നു അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോടക്കം വ്യക്തമാക്കിയത്. കൂടാതെ ആശാവർക്കർമാരുടെ ഓണറേറിയവും മറ്റ് തുകകളുമായി ബന്ധപ്പെട്ട് മറ്റ് ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് മുൻകാലങ്ങളിലുള്ള നിയമങ്ങൾ മൂലമാണ്. അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് പ്രധാനമന്ത്രിയോട് നിർദ്ദേശിക്കും, താൻ നേരിട്ട് നിർദ്ദേശിക്കും എന്നടക്കം മാധ്യമങ്ങളോട് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു. ആ സമയത്താണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ രീതിയിൽ മുൻകൂറായിട്ട് യാതൊരു വിധത്തിലുള്ള അറിയിപ്പും നൽകാതെ സുരേഷ് ഗോപി ഇപ്പോൾ സമരപന്തലിലേക്ക് എത്തിയിരിക്കുന്നത്. അത് വളരെ തികച്ചും യാദർശികമായിരുന്നു. വളരെ ശക്തമായ മഴയത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ശക്തമായ മഴയത്ത് ആശാപ്രവർത്തകർ തങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കുമ്പോഴായിരുന്നു കേന്ദ്ര സഹമന്ത്രി ഇപ്പോൾ സമരപന്തലിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഈ സമയം അത്രയും ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റായി ഇപ്പോൾ സമരപന്തലിലെത്തിയത്. ഈ സമയമടക്കം എല്ലാം ഈ മഴയത്ത് കുട ചൂടി അദ്ദേഹം ആശാപ്രവർത്തകർ സംസാരിക്കുന്നത് വളരെ
വ്യക്തമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. യാതൊരു വിധത്തിലുള്ള മറുപടിയും ഉന്നയിച്ചിട്ടില്ല. എല്ലാവരെയും വന്ന് കണ്ടു. അവർ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷമായിരിക്കും എന്തായാലും അദ്ദേഹത്തിന് ഒരു മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ വളരെ ശക്തമായ രീതിയിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സഹമന്ത്രിയുടെ അടക്കം കേരളത്തിൽ നിന്നുള്ള ഏക BJP MP-യുടെ ഒരു സാന്നിധ്യം ആശാപ്രവർത്തകർക്ക് നൽകുന്ന ഊർജം ചെറുതൊന്നുമല്ല. കാരണം നമ്മൾക്കറിയാം, സംസ്ഥാന സർക്കാരിനെതിരെ കഴിഞ്ഞ 21 ദിവസമായ ശക്തമായ പ്രതിഷേധത്തിലാണ്. ഫെബ്രുവരി 10-നാണ് ഇവർ പ്രതിഷേധം ആരംഭിക്കുന്നത്. ഈ സമയത്തെല്ലാം തന്നെ സാമൂഹിക സാംസ്കാരിക നേതാക്കളെല്ലാം സമരപന്തലിലെത്തിയിരുന്നു. സുരേഷ് ഗോപി അടക്കം എത്തിയിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ വെയിൽ കടന്ന് മഴയിലേക്ക് കടക്കുമ്പോൾ പോലീസിന്റെ പ്രതിഷേധമുണ്ടാകുമ്പോൾ തങ്ങളുടെ സമരം സംസ്ഥാന സർക്കാർ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണെന്ന് ആരോപിക്കുമ്പോൾ ഈ സമയത്ത് സുരേഷ് ഗോപിയുടെ ഒരു സാന്നിധ്യം ആശാപ്രവർത്തകർക്കാണെങ്കിലും സമരനായകർക്കാണെങ്കിലും നൽകുന്ന ഒരു ഊർജം ചെറുതൊന്നുമല്ലെന്ന് വേണം നമ്മൾ വ്യക്തമാക്കാനായിട്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പുലർച്ചെ രാപ്പകൽ സമരം നടത്തുന്ന ആശാപ്രവർത്തകരെ ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ, അല്ലെങ്കിൽ അവർ കിടന്നുറങ്ങുമ്പോൾ ആ ടാർപോളിൻ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ഇവിടെ എത്തുന്നു. അത് അവരെ കൊണ്ട് മാറ്റിക്കുന്നു. അവരെ രാത്രിയിലുടനീളം പുലരും വരെ മഴയത്ത് കിടത്തുന്നു. പക്ഷെ അപ്പോഴും അവർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. പിന്നീട് ദിവസത്തിൽ മഴ തുടരുന്നു. അവർ ടാർപോളിൻ വീണ്ടും ഉയർത്തുന്നു. പക്ഷേ 8 മണിയോടുകൂടി വീണ്ടും കന്റോൺമെന്റ് പോലീസ് ഇവിടെ എത്തുന്നു. ടാർപോളിൻ നിങ്ങൾ നീക്കണമെന്ന് ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് പറയുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ എത്തിയെന്നടക്കം വിശദീകരിച്ചെങ്കിലും ആശാപ്രവർത്തകർ പിന്നോട്ട് പോയില്ല. പിന്നീട് അതിലും ഒതുങ്ങിയില്ല. വീണ്ടും മഴ തുടങ്ങിയപ്പോൾ 10 മണിയോടുകൂടി വീണ്ടും പോലീസ് എത്തുന്നു. ടാർപോളിൻ ഉയർത്തരുതെന്ന് പറയുന്നു. പക്ഷേ അപ്പോഴൊന്നും പിന്നോട്ട് പോകാൻ ആശാപ്രവർത്തകർ തയ്യാറായില്ല. തങ്ങളുടെ ആവശ്യം നിറവേറും വരെ മുന്നോട്ട് പോകാൻ, ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ആശാപ്രവർത്തകരുടെയും തീരുമാനം. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പിന്നീട് മഴ ശക്തമായപ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീജനങ്ങൾ പോലും പിന്നോട്ട് മാറിയില്ല. ഒരാൾ പോലും തിരിച്ചു പോയില്ല. ഇവിടെ തന്നെ നിന്നു. തങ്ങളുടെ കയ്യിൽ കുടയാണെങ്കിൽ കുട വെച്ച് അവർ നിന്നു. റെയിൻകോട്ടുകൾ സംഘടിപ്പിച്ചു. ആ രീതിയിലെല്ലാം സമരവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് അല്പസമയം മുമ്പ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരപന്തലിലേക്ക് എത്തുന്നത്. അദ്ദേഹം എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങളോടക്കം പ്രതികരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും വളരെയധികം ഊർജ്ജം നൽകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ആശാപ്രവർത്തകർ ഇപ്പോൾ കടന്നു പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 21 ദിവസം കടക്കുമ്പോൾ വളരെയധികം നേതാക്കൾ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള നേതാക്കളാണ് ഇപ്പോൾ പ്രധാനമായും ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തുന്നത്. അല്പസമയം മുമ്പാണെങ്കിൽ അടൂർ പ്രകാശ് MP-യും ഇവിടെ എത്തിച്ചേർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹം സംസാരിക്കാൻ പോവുകയാണ്. ഞങ്ങളോട് സംസാരിക്കാൻ അവര് കൂട്ടാക്കുന്നില്ലല്ലോ. എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊന്നുമില്ല. രാത്രി 2:30 മണിക്ക് ടാർപോളിൻ അഴിച്ചു മാറ്റാൻ പറഞ്ഞു പോലീസ് വന്ന്. ഞങ്ങൾ അതുകൊണ്ട് ഈ മഴയത്താണ് ഇന്നലെ മുഴുവൻ നിന്നത്. ഞങ്ങൾക്ക് 58 വയസ്സായി. ഞങ്ങൾ ചെറുപ്പക്കാരല്ല. ഞങ്ങൾ 58, 59 വയസ്സായ അമ്മമാരാണ്. ഇന്നലെ രാത്രിയിൽ 2 മണിക്കൂർ നേരമാണ് ഇതേപോലെയുള്ള പെരുമഴ ഞങ്ങൾ നനഞ്ഞത്. ഇവിടെ ഇന്ന് രാവിലെ കാപ്പി കുടിച്ചോണ്ടിരുന്നപ്പോൾ ചാറ്റിൽ മഴ പെയ്തു. ടാർപോളിൻ അടിച്ചു മാറ്റാൻ പോലീസ് പറഞ്ഞു. ഞങ്ങളാണോ കലാപകാരികളെ? പോലീസാണോ? ഇവിടുത്തെ സർക്കാരാണോ? സർക്കാർ പോലീസിനെ ഞങ്ങൾ പറയുന്നില്ല. അവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശമനുസരിച്ചല്ലേ ഞങ്ങളുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പം മഴ പെയ്തപ്പം ആ ടാർപോളിൻ അഴിച്ചു മാറ്റാൻ പറഞ്ഞത്. ഇവിടുത്തെ മാധ്യമങ്ങൾ മൊത്തം കണ്ടു. ഇതാണ് ഒരു സർക്കാർ, ഇതാണ് ഒരു ജനാധിപത്യ മര്യാദ. സംസാരിച്ച് തീർക്കാനുള്ള കാര്യമേ ഉള്ളൂ. വെറും 10 മിനിറ്റ് ഇരുന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഞങ്ങൾക്ക്. ഇന്ന് ഞങ്ങളെ 21 ദിവസം വരെ കൊണ്ടേയിരുത്തിയിരിക്കുന്നു. ഈ പെരുമഴത്തും കുംഭമാസത്തിലെ മീനച്ചൂടിലും ഇതൊന്നും ചോദിക്കാനും പറയാനും ഞങ്ങൾക്ക് ആളില്ലേ? അതിനെ മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. വനിതകളെന്നുള്ള ഇതിൽ വാനോളം വനിതകളാണെന്ന് പറഞ്ഞു. വനിതകളെന്നും പറഞ്ഞ് വാനോളം നമ്മൾ എവിടെയും ചെല്ലണം. എവിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന എല്ലാ പരിപാടികളും ഞങ്ങൾ ചെല്ലണം. ഇനി ഒരു ആശമാര് പോലും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടിക്കും പോവില്ല. സംസാരിച്ചോട്ടെ. കേന്ദ്രമന്ത്രി ഇപ്പോൾ ആശാപ്രവർത്തകരോട് ഒരു നിമിഷം സംസാരിച്ചോട്ടെ എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ അവർ അവരുടെ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ അദ്ദേഹത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങൾക്ക് നീതി നേടി നൽകാൻ ഇവിടെ ആരുമില്ലേ എന്നുള്ളൊരു സുപ്രധാന ചോദ്യമാണ് അവർ ചോദിച്ചത്. തങ്ങൾക്ക് നീതി നേടി നൽകാൻ ആരുമില്ല, അതിലാരെങ്കിലും പ്രവർത്തിക്കണം. തങ്ങൾ ഈ രാത്രിയടക്കം
ഇവിടെ മഴ നനഞ്ഞ് മണിക്കൂറുകളോളം തങ്ങളടക്കമുള്ള വയോധികർ ഇവിടെ ഈ സമരപ്പന്തലിൽ കിടന്നുറങ്ങേണ്ടി വന്നു. അത് ചോദ്യം ചെയ്യാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. മാധ്യമങ്ങളടക്കം ഈ കാര്യങ്ങളെല്ലാം കണ്ടതാണ്. പക്ഷെ ആരും പ്രതികരിച്ചില്ല. തങ്ങൾക്ക് കൂടെ നിൽക്കാൻ ആരുമില്ലേ എന്ന സുപ്രധാന ചോദ്യമാണ് ചോദിക്കുന്നത്. ഒരു ജനാധിപത്യ സർക്കാർ സ്ത്രീകളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്നടക്കമുള്ള സുപ്രധാന ചോദ്യങ്ങൾ തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആശാപ്രവർത്തകരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവരുടെ ആശങ്കകൾക്ക് കൃത്യമായ ഒരു പരിഹാരമോ അല്ലെങ്കിൽ ഒരു മറുപടിയോ നൽകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആശാപ്രവർത്തകർ അവരുടെ വേദനകൾ ഇപ്പോൾ സുരേഷ് ഗോപിയോട് വ്യക്തമാക്കിയത്. ഇപ്പോൾ കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. കാണേണ്ടവരെ കാണും. എനിക്കൊരു തീരുമാനം എടുക്കാനൊക്കത്തില്ല. ഇത് സ്റ്റേറ്റിനെ സംബന്ധിക്കുന്ന പരിധിയിൽ സ്റ്റേറ്റിൻ്റെ ജുറിഡിക്ഷനിലുള്ള കാര്യമാണ്. അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇതുണ്ടോ? നടക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ് നടക്കുന്നത്? ഹരിയാന, സിക്കിം, ആന്ധ്രാപ്രദേശ് ഒക്കെ മിക്കവാറും സ്ഥലത്ത് അവിടെയൊക്കെ CPM കൂട്ടുകെട്ടാണ് സംസ്ഥാനങ്ങളോട് എതിർക്കാൻ. അല്ല, നോക്കട്ടെ, അങ്ങനെ എവിടെയൊക്കെ നടക്കുന്നോ വിലയിരുത്തി എന്താ ചെയ്യേണ്ട ഒരു നടപടിയിലേക്ക് പോകണം. ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ പോകുന്നുണ്ട്. പക്ഷേ അതുവരെയും നിങ്ങൾ ഈ സമരം ഇങ്ങനെ തുടരുമ്പോൾ അവർ ടാർപോളിൻ തട്ടുമാക്കി അതുകൊണ്ട് ഞങ്ങളുടെ ആരോഗ്യം കേടാക്കി ഈ സമരം വരെ തുടർത്തുന്ന രീതിയിലാണ്. ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ. സുരേഷ് ഗോപി ഇപ്പോൾ ആശാപ്രവർത്തകരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആശാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ഊർജം തന്നെയാണ് കേന്ദ്ര സഹമന്ത്രിയുടെ സാന്നിധ്യം നൽകിയിരിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾ പറയാനായി ഒരാൾ എത്തിയിരിക്കുന്നു എന്നൊരു തോന്നൽ അവർക്കിപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അടൂർ പ്രകാശ് MP-യും സമരപ്പന്തലിൽ എത്തിച്ചേർന്നിരുന്നു. സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാളെ സെക്രട്ടേറിയറ്റ് മാർച്ചും 13 ജില്ലകളിൽ കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് അടൂർ പ്രകാശ് MP വ്യക്തമാക്കിയിരുന്നു. അതിനോടൊപ്പം തന്നെ ആശാപ്രവർത്തകർ നടത്തുന്ന സമരം ധർമ്മസമരമാണെന്നാണ് MP വ്യക്തമാക്കിയത്. അതിനോടൊപ്പം ഇന്ന് രാവിലത്തെ സംഭവങ്ങളും ആശാപ്രവർത്തകർ MP-യോട് വ്യക്തമാക്കുകയുണ്ടായി. അതിലും അദ്ദേഹം പ്രതികരിച്ചു. പോലീസിന് അധികൃതർ നൽകുന്ന ഉത്തരവിനനുസരിച്ചാണ് അവരുടെ ഓരോ നീക്കങ്ങളും എന്നാണ് അടൂർ പ്രകാശ് MP ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വ്യക്തമാക്കിയത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ സാന്നിധ്യവും ഇവിടെ വളരെ സുപ്രധാനമായി മാറുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ സുരേഷ് ഗോപി ഇവിടെ നാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസങ്ങളിലെല്ലാം ആശാപ്രവർത്തകരെ കാണാൻ അദ്ദേഹം എത്തിച്ചേരുമെന്നുള്ളൊരു വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ എന്നാലും ഇന്നലെ നിരവധി പരിപാടികൾക്കിടയിൽ അദ്ദേഹം ആശാപ്രവർത്തകരെ വന്ന് കാണുകയും അവരുടെ സങ്കടങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴും യാദൃശികമായി സുരേഷ് ഗോപി ഇപ്പോൾ സമരപ്പന്തലിലേക്ക് എത്തിയത്. ഇന്നലെ അടക്കം അദ്ദേഹം എത്തിയപ്പോൾ വളരെ ആശ്ചര്യത്തോടെയായിരുന്നു സുരേഷ് ഗോപിയെ ആശാപ്രവർത്തകർ കണ്ടിരുന്നത്. കാരണം സ്ത്രീകളായിരുന്നു അധികവും ഉണ്ടായിരുന്നത്. തങ്ങൾ സിനിമയിൽ കണ്ടുപരിചയമുള്ള ഒരു നായകൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു, തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഒരു MP എന്ന നിലയിലും ഒരു നായക സ്ഥാനം അദ്ദേഹം കണ്ടെത്തും എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് അവർ കടക്കുന്നു. അതുതന്നെയാണ് ഇപ്പോഴും അവരുടെ ഒരു പ്രതീക്ഷ. കാരണം ഈ പ്രശ്നങ്ങളെല്ലാം അദ്ദേഹം ഒന്നും തിരിച്ചു പറയാതെ മുഴുവനായി കേൾക്കുന്നു. ഇടപെടുകയാണ് വീണ്ടും സുരേഷ് ഗോപി. ശ്രദ്ധയിൽപ്പെടുത്തേണ്ടവരുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം എത്തിക്കുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്.